വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ഹിന്ദി ലാംഗ്വേജിൽ പുറത്തിറങ്ങിയ ഒരു മോഡേൺ മിസ്റ്ററി മൂവിയായ പൂനെ ഹൈവേ എന്ന ചിത്രമാണ്. ഒട്ടും വൈകിക്കാതെ നമുക്ക് ആ കഥയൊന്ന് കണ്ടു നോക്കിയാലോ. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു നാട്ടിൽ ഒരു പുഴയിൽ നിന്നും അഴുകിയ ഒരു ലേഡിയുടെ മൃതദേഹം കിട്ടുന്നതാണ് കാണിക്കുന്നത്. അവിടേക്ക് പോലീസും ആംബുലൻസും എല്ലാം എത്തിയിട്ടുണ്ട്. അവർ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുവാണ്. അവിടുന്ന് സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. 4 കുട്ടികളെ കാണിക്കുന്നു. ബാബുവും നിക്കിയും കാണ്ടുവും പിന്നെ നടാശയും. ഒരു അനാഥ മന്ദിരത്തിൽ വളരെ സന്തോഷത്തോടെ നല്ല കൂട്ടുകാരായി അവർ ജീവിക്കുന്ന സമയം അവിടേക്ക് മറ്റൊരു ആൺകുട്ടി കൂടി വരുവാണ്, വിഷ്ണു. ഫൈനലി അവനും ആ ഗ്യാങ്ങിൽ ചേരുവാണ്. വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോ വളർന്നു വലുതായ ആ 4 ആൺകുട്ടികളെ കാണിക്കുന്നു. അതിലൊരാളായ ബാബു വളരെ വയ്യാത്ത അവസ്ഥയിൽ കിടപ്പാണ്. ബാക്കി കൂട്ടുകാർ ചേർന്ന് അവശനായ ആ കൂട്ടുകാരനുമായി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് വന്ന കന്യാസ്ത്രീയോട് തങ്ങളുടെ ഫ്രണ്ടിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അവർ ചോദിക്കുമ്പോൾ അന്നേരമാണ് 14 കൊല്ലം മുൻപ് ഇതേ ദിവസം നടന്ന ഒരു ആക്രമണത്തിലാണ് ആ കൂട്ടുകാരൻ കിടപ്പിലായതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ബാബു ആരാണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് നിക്കിയാണ്. ആ തൊപ്പി വെച്ചിട്ടുള്ളവനാണ് നിക്കി. അവനാണെങ്കിൽ ചെറുതായിട്ട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളെ പോലെയാണ് അവൻ പെരുമാറാറ്. താടി വെച്ചവന്റെ പേരാണ് കാണ്ടു. കാണ്ടുവിന്റെ സ്വന്തം സഹോദരിയാണ് നടാഷ. എന്നാൽ ഈ സീനിൽ അവളെ കാണിക്കുന്നില്ല. അതേസമയം ആ മീശയില്ലാതെ നിൽക്കുന്നവനാണ് വിഷ്ണു. അവനിപ്പോ ഒരു വക്കീലാണ്. ബാബുവിനെ എല്ലാ തരത്തിലും സഹായിക്കുന്നത് ഇവർ 4 പേരുമാണ്. എല്ലാ വർഷവും ഇതേ ദിവസം അവരെ കാണാനായിട്ട് അവരിവിടെ എത്താറുമുണ്ട്. എന്നാൽ അതേസമയം ആ കന്യാസ്ത്രീയുമായി ആ ഒരു ആക്സിഡന്റിനെ പറ്റി സംസാരിക്കുന്നത് കേട്ട ബാബു ആവട്ടെ ആ കിടപ്പിൽ ഏറെ ഭയന്ന് കണ്ണുകൾ ചുവന്ന് പിടയാനായിട്ട് തുടങ്ങുവാണ്. അന്നേരമാണ് 14 കൊല്ലങ്ങൾക്ക് മുൻപ് ആ ദിവസം എന്താണ് നടന്നതെന്ന് കാണിക്കുന്നത്. അന്ന് ഈ 4 പയ്യന്മാരും കൂടി ഒരു ട്രിപ്പ് പോകുവാണ്. അന്നേരം റോഡിന് മുമ്പിൽ ഒരാൾ കിടക്കുന്നത് കാണുന്നു. എന്താണെന്നറിയാനായിട്ട് ബാബു ഇറങ്ങിപ്പോയതും അവിടെ കിടന്നിരുന്ന ആൾ ചാടി എഴുന്നേറ്റ് അവനെ ആക്രമിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോഴാണ് അടി കൊണ്ട് വീഴുന്ന ബാബു ഇത് മാൻഷീകരണ ആളുകളാണെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നത്. കാറിലിരുന്ന് നിക്കി ഇറങ്ങിയിട്ട് അവനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നതും കാണ്ടു അവനെ തടഞ്ഞ് അകത്ത് പിടിച്ചിരുത്തുവാണ്. കാരണം പുറത്തുള്ളത് ഡേഞ്ചർ ആണെന്ന് കാണ്ടുവിന് അറിയാമായിരുന്നു. അതേസമയം തന്നെ ബാബുവിന് പുറകിലൂടെ കുറച്ചുകൂടെ ആളുകൾ ഓടി വന്ന് അവനെ വെട്ടിനുറുക്കുന്നതാണ് അവർ കാണുന്നത്. വീണ്ടും അന്നത്തെ രാത്രി കാണിക്കുന്നു. ക്രൈം സ്പോട്ടിലേക്ക് പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട്. അന്നേരം കാണ്ടു പറയുവാണ് വന്നതും ആക്രമിച്ചതും ലോക്കൽ ഗുണ്ടകളാണെന്ന് നമുക്ക് മൊഴി കൊടുക്കാമെന്ന്. മാനസികരാണ് കാരണമെന്ന് പറഞ്ഞാല് ആ കേസിൽ അവരെ പെടുകയാണെങ്കിൽ അവര് നമ്മളെ വിടാൻ പോകുന്നില്ല എന്ന് അവൻ പറയുവാണ്. എന്താന്ന് വെച്ചാല് ബാബു മാൻസികറിന്റെ ഒരുപാട് പണം കട്ടിയിട്ടുണ്ടായിരുന്നെന്നും ഒരിക്കൽ അത് പിടിക്കപ്പെട്ടപ്പോ കാണ്ടു തന്നെയാണ് തന്റെ സേവിങ്സിൽ നിന്നും പണം നൽകി അവനെ സഹായിച്ചത്. എന്നാൽ അതിനുശേഷവും ബാബു വീണ്ടും വീണ്ടും മോഷണ ശ്രമം നടത്തുകയും പിടിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് മാൻസികറിന്റെ ആളുകള് അവനെ ഇങ്ങനെ ആക്രമിച്ചതെന്ന് അവൻ പറയുവാണ്. ഇതെല്ലാം കേട്ടു നിന്ന വിഷ്ണു ആവട്ടെ അതേ മൊഴി തന്നെയാണ് പിന്നീട് നൽകുന്നത്. വീണ്ടും പ്രസന്റിൽ അക്കാര്യമെല്ലാം കൂട്ടുകാർ പറയുന്നുണ്ട്. അന്നേരമാണ് കാണ്ടു ഇപ്പോൾ അതേ മാനസികറിന് കീഴിലാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതും അയാളുടെ മകളുടെ ബോഡി ഗാർഡായിട്ട്. അടുത്ത സീനിൽ പുഴയിലെ ആ ജഡം പരിശോധിക്കാനായിട്ട് വന്ന പോലീസുകാരെ കാണിക്കുവാണ്. അത് വളരെ അഴുകിയ നിലയിലായിരുന്നു. ദേഹത്തുള്ള എല്ലാ ആഭരണങ്ങളും മിസ്സിംഗ് ആയിരുന്നു. കയ്യിലെ വള ഒഴികെ. അതുകൊണ്ട് തന്നെ ഇതൊരു മോഷണ ശ്രമമാവാനുള്ള സാധ്യത തള്ളിക്കളയുവാണ് അവിടെ ചെയ്യുന്നത്. അടുത്ത സീനിൽ നടാഷയാണ് കാണിക്കുന്നത്. ആ കൂട്ടുകാർ സംഘത്തിലെ ആകെയുണ്ടായിരുന്ന പെൺകുട്ടി. അവൾക്കൊപ്പം ഇപ്പോ കാണ്ടുവിന്റെ വൈഫും കൂടെ വരുന്നുണ്ട്. രണ്ടുപേരും ചിരിച്ചു കളിച്ചു വരുന്ന സമയത്ത് നേരെ വിഷ്ണുവിനെ കണ്ടതും നടാഷയുടെ മുഖഭാവം തന്നെ മാറുന്നു. ഇവിടെയാണ് വിഷ്ണുവും നടാഷയും മുൻപ് പ്രേമിച്ചിരുന്നതാണെന്നും അവർക്ക് പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ബ്രേക്കപ്പ് ആയതാണെന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. അതേസമയം ആ ഡോക്ടറെ കാണിക്കുമ്പോൾ പുഴയിലെ ജഡത്തിനെ പരിശോധിച്ചതിൽ നിന്നും ആ ലേഡിക്ക് തലയ്ക്ക് പിറകിൽ സാരമായ അടിയേറ്റതുകൊണ്ടാണ് മരണമെന്ന് മനസ്സിലാകുന്നു. സ്വാഭാവികമായ ഒരു മുങ്ങിയുള്ള മരണമല്ല. ഒരുപക്ഷെ അടികിട്ടി പിന്നീട് പുഴയിൽ വീണതുമാകാം മരണകാരണം. അതുകൊണ്ട് തന്നെ അത് കൊലപാതകമാണെന്ന് ഏകദേശം വ്യക്തമാകുന്നു. അടുത്ത സീനിൽ മാൻസികറിന്റെ മകൾ മോനയെ കല്യാണം കഴിക്കാനിരുന്ന പയ്യനെയാണ് കാണിക്കുന്നത്. പേര് അരവിന്ദ്. എന്നാൽ അവനാവട്ടെ അവളോട് ഒരു തരി ഇൻട്രസ്റ്റും ഇല്ല. ഇത് കാണുന്ന അവന്റെ അച്ഛൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. നാട്ടിലെ തന്നെ ഏറ്റവും പണക്കാരന്റെ മകളാണതെന്നും പിണക്കിയാൽ അപകടമാണെന്നും പറയുന്നു. പിന്നീട് നിക്കിയാണ് കാണിക്കുന്നത്. അവൻ നേരെ അവന്റെ റൂമിനകത്തേക്ക് കയറുകയാണ്. അതേസമയം തന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പോലെ എന്തൊക്കെയോ അവന് ചുറ്റുമുള്ളതായിട്ട് അവന് തോന്നുന്നുണ്ട്. അതുമായിട്ട് അവൻ സംസാരിക്കുകയും ചെയ്യുന്നു. കുറച്ച് മാനസികമായ പ്രശ്നമുള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ തോന്നുന്നത്. അതേസമയം ആ വീടായിട്ടിരിക്കുന്ന റൂമിനകത്ത് കയറി ചെന്ന അവനാവട്ടെ അവന്റെ സിസ്റ്റത്തിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കാണിക്കുവാണ്.
ഒരു പുഴക്കരയിലൂടെ ഒരു പെൺകുട്ടി ഓടുന്നതെല്ലാം അവൻ രസിച്ച് ചിരിച്ച് കാണുന്നുണ്ട്. അടുത്ത സീനിൽ ഡോക്ടർ ആ പോലീസ് ഓഫീസറിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. ആ മരിച്ച പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നത്രേ. അതേസമയം വേഗം തന്നെ പോലീസ് ഓഫീസർ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് അയാളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുവാണ്. ആ കിട്ടിയ ഡെഡ് ബോഡി ആ കുട്ടിയെ ആരാണെന്ന് കണ്ടുപിടിച്ച് ആ ഫാമിലിയെ അറിയിച്ച ശേഷം സംസ്കരിച്ചാൽ മതിയെന്ന്. എന്നാൽ ജഡം ഏറെക്കുറെ അഴുകിപ്പോയത് കൊണ്ട് തന്നെ അത് ഓൾറെഡി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. അതറിഞ്ഞ് അവര് വേഗം അങ്ങോട്ടേക്ക് പോകുന്നു. മൃതദേഹം ദഹിപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് അത് ഒരു വിധത്തിൽ അയാൾ തിരികെ എടുക്കുവാണ്. എന്നാൽ ഡോക്ടർ അത് തിരിച്ചു കൊണ്ടുവരേണ്ടെന്ന് കർശനമായി പറഞ്ഞതും ഇൻസ്പെക്ടറുടെ ഫ്രണ്ട് തന്നെ ഐസ് ഫാക്ടറിയിൽ അത് സൂക്ഷിക്കാമെന്ന് പറഞ്ഞ് ബോഡി കൊണ്ടുചെന്ന് നേരെ ആ ഐസ് ഫാക്ടറിയിൽ വെച്ച് ഷട്ടർ അടച്ചു പോകുന്നു. കട്ട് ചെയ്താൽ കാണ്ഡുവിനെയാണ് കാണിക്കുന്നത്. മാനസികരുടെ മകളുടെ ബോഡി ഗാർഡ് ആയത് എങ്ങനെയാണ് എന്ന ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. വളരെ ആത്മീയമായ കാര്യങ്ങളിലേക്ക് മാനസികർ തിരിഞ്ഞ സമയത്ത് അതിൽ ഇൻട്രസ്റ്റഡ് ആയ കാണ്ഡുവും അതിൽ ചേരുവാണ്. കാലക്രമേണ കാണ്ഡു അയാളുടെ മകളുടെ ബോഡി ഗാർഡും ആകുന്നു. പ്രസന്റിൽ കാണ്ഡു പോകുന്നത് മാനസികരുടെ വീട്ടിലോട്ടാണ്. അവിടെ മോനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ അച്ഛനും വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് കാണ്ഡുവിനെ വിളിച്ച് മാനസികർ ഒരു കാര്യം പറയുവാണ്. 3 ആഴ്ചയായിട്ട് ഒരു മെഡിക്കേഷൻ ക്യാമ്പിനാണെന്നും പറഞ്ഞു പോയ അയാളുടെ മകളായ മോനയെ പറ്റി ഒരു വിവരവുമില്ല. അവള് പോകാൻ നേരം കാണ്ഡുവിനും അവളുടെ അച്ഛനും കല്യാണം കഴിക്കാനിരുന്ന പയ്യനും ഐ വിൽ കം സൂൺ എന്നൊരു മെസ്സേജ് മാത്രം അയച്ചിട്ടാണ് പോയത്. അപ്പോഴാണ് കാണ്ഡു മോനയെ ആദ്യമായി കണ്ടത് ഓർക്കുന്നത്. കുഞ്ഞായിരുന്നപ്പോൾ മോനൊരു മരത്തിൽ കയറിയിട്ട് താഴെ ഇറങ്ങാൻ വയ്യാതെ നിൽക്കുന്ന സമയം കാണ്ഡു അത് കണ്ടുവന്ന് അവളെ പിടിച്ച് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത സീനിൽ വിഷ്ണു നിക്കിയുടെ മുറിയിൽ എത്തുവാണ്. അവനെ കണ്ടതും നിക്കി അതുവരെ കണ്ടുകൊണ്ടിരുന്ന ആ പെണ്ണിന്റെ വീഡിയോ മറച്ചു പിടിക്കുന്നു. എന്നാൽ അന്നേരമാണ് ചുവരിലൊട്ടിച്ചിരുന്ന ഒരുപാട് ചിത്രങ്ങൾ വിഷ്ണു ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് നിക്കിയുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കുഞ്ഞായിരുന്ന സമയത്ത് അവന്റെ അമ്മ അവനെ പുറത്തേക്ക് വിട്ട് മറ്റൊരുത്തരുമായി അവിഹിതത്തിൽ ഏർപ്പെടുന്നു. അത് കാണുന്ന ആ കുഞ്ഞ് എല്ലാം പുസ്തകത്തിൽ കോരി വരയ്ക്കുവാണ്. അന്ന് തൊട്ടേ അവന് അമ്മയെയും ഇഷ്ടമല്ല, അതുപോലെയുള്ള ഒരു പെണ്ണുങ്ങളെയും ഇഷ്ടമല്ല. ആരെ കണ്ടാലും ആ അമ്മയെ അവന് ഓർമ്മ വരും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ചേർത്ത് ഒരു സീരീസ് ഉണ്ടാക്കാനും ആഗ്രഹമുണ്ടെന്ന് അവൻ വിഷ്ണുവിനോട് പറയുന്നു. അവിടെ നിന്നും സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പോലീസ് ഇൻസ്പെക്ടറിനെ കാണിച്ചുകൊണ്ടാണ്. ആളുടെ വൈഫ് ഒരു ജ്വല്ലറി ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അപ്പോഴാണ് ആ ഡെഡ് ബോഡിയുടെ കയ്യിലുണ്ടായിരുന്ന വളയും അത്തരത്തിൽ ഡിസൈൻ ചെയ്തതാണോ എന്നറിയാനായിട്ട് ആ വളയെടുത്ത് അയാൾ സെർച്ച് ചെയ്ത് നോക്കാൻ തുടങ്ങുന്നത്. ഫൈനലി ആ കട ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. നോക്കുമ്പോൾ മോനെ കല്യാണം കഴിക്കാനിരുന്ന അരവിന്ദിന്റെ പാരന്റ്സ് ആണ് ആ വള വാങ്ങിയത്. സോ അത് കൊടുത്തത് മോനയ്ക്കാണെന്ന കാര്യം ഉറപ്പായി. മരിച്ചത് അപ്പോൾ മോനെയാണെന്ന് മനസ്സിലാക്കുവാണ്. ഇൻസ്പെക്ടർ മാൻശേഖറിനെ വിളിക്കുവാണ്. എന്നിട്ട് ആ കാര്യം പറയുന്നു. അവസാനം ആ ഡെഡ് ബോഡി ഏറ്റുവാങ്ങി അത് നല്ല രീതിയിൽ തന്നെ സംസ്കരിക്കുന്നു. മാൻശേഖർ ഒത്തിരിയധികം വിഷമിക്കുവാണ്. കാണ്ഡവും ഒത്തിരി സങ്കടപ്പെടുന്നു. അവിടെ വന്ന ഇൻസ്പെക്ടർ അയാളോട് ഇതിൽ ആരെങ്കിലും സംശയമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അയാളാവട്ടെ തന്റെ മകൾ ഒരു ഇന്നസെന്റ് ആണെന്നും അവൾക്ക് ശത്രുക്കളില്ലെന്നും പറയുന്നു. എന്നാൽ തൊട്ടടുത്തിരുന്ന കാണ്ഡു ആവട്ടെ അവരൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയുവാണ്. മറ്റാരുമല്ല, അവളുടെ കല്യാണ പയ്യനായിട്ടുള്ള ആ അരവിന്ദ് തന്നെ. അവനും അവൾക്കുമിടയിൽ പലപ്പോഴും വഴക്കുണ്ടാവാറുണ്ട്. തന്റെ സംശയം മോനയ്ക്ക് വേറൊരു അഫയർ ഉണ്ടെന്നാണെന്നും കൂടെ അവൻ പറയുന്നു. ഒരിക്കൽ അക്കാര്യം അറിഞ്ഞ ആ പയ്യൻ അരവിന്ദ് അവളെ ആസിഡ് ഒഴിച്ച് കൊല്ലുമെന്നെല്ലാം ഭീഷണിപ്പെടുത്തിയിരുന്നെന്നോ മോന തന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നും കാണ്ഡു പറയുവാണ്. ഇതറിഞ്ഞാൽ തന്റെ അച്ഛൻ അവൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ് അവൾ അക്കാര്യം മറച്ചു വെച്ചതെന്നെല്ലാം. ഇത് കേൾക്കുന്ന മാനസികരാവട്ടെ ഞെട്ടുവാണ്. അതേസമയം പറഞ്ഞത് വാസ്തവമാണോ എന്നറിയാനായിട്ട് പോലീസ് ടീം അരവിന്ദിന്റെ വീട്ടിൽ ചെന്നാല് അവിടെ നിന്ന് ആസിഡ് കിട്ടുന്നുമുണ്ട്. സോ അവൻ തന്നെയാണ് കൊലപാതകയെന്ന് മനസ്സിലാക്കിയ ഉടൻ അറസ്റ്റ് ചെയ്യുന്നു. ശേഷം മോനയുടെ മുറി പരിശോധിച്ചാൽ അവളുടെ ലാപ്പിൽ നോക്കുമ്പോൾ ഇൻസ്റ്റാ പോസ്റ്റുകളിലെല്ലാം മസിൽമാൻ എന്നൊരു പ്രൊഫൈലിൽ നിന്നും ഒത്തിരി മെസ്സേജുകൾ അയച്ചതായിട്ട് കാണുന്നുണ്ട്. അത് ആരാണെന്ന് ഒരു സൈഡിലൂടെ ചെക്ക് ചെയ്യുവാണ്. അതേസമയം അഡ്വക്കേറ്റായ വിഷ്ണുവാണ് അരവിന്ദിനെ വേണ്ടി വാദിക്കാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് ഇൻസ്പെക്ടറിന് മറ്റൊരു തെളിവ് ലഭിക്കുന്നത്. മോനയുടെ കാറ് ഒരു ടോൾ ഗേറ്റ് കടന്നു പോകുന്ന 10 മണി സമയം അവിടെയുള്ള ക്യാമറയിൽ അവളുടെ മുഖം വ്യക്തമായിരുന്നു. എന്നാൽ തിരിച്ച് 6:30 മണിക്ക് വരുമ്പോൾ അതിലെ കാറിൽ മുഖം കാണുന്നില്ല. സോ തിരികെ കാർ ഓടിച്ചത് മോനെയാണെന്ന കാര്യം ഉറപ്പായിട്ടില്ല. മേ ബി അവൾ അതിനിടയിലുള്ള സമയത്ത് കൊല്ലപ്പെട്ടതിന് ശേഷം മറ്റൊരാൾ തിരിച്ച് കാർ ഓടിച്ച് വന്നതാവാനും സാധ്യതയുണ്ടെന്ന് പോലീസ് വിലയിരുത്തുന്നു. അതിനിടയിലാണ് മോനയുടെ ചില മോശം വീഡിയോകൾ ഇന്റർനെറ്റിൽ വ്യാപിക്കുന്നത്. ജയിലിലുള്ള അരവിന്ദിനെ രക്ഷിക്കാനായിട്ട് പിടിപാടുള്ള അവന്റെ അച്ഛനാണ് അത് ചെയ്തതെന്ന് കരുതിയ കാണ്ഡു ദേഷ്യത്തിൽ ജയിലിലുള്ള അരവിന്ദിനെ കാണാനായിട്ട് പോകുന്നു. നോക്കുമ്പോൾ വിഷ്ണു അവിടെ നിൽക്കുന്നു. അവനാണ് പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നത് അറിഞ്ഞ കാണ്ഡു അവനോട് ഒത്തിരി തവണ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും വിഷ്ണു അതിൽ നിന്നും പിന്മാറുന്നില്ല. വിഷമത്തോടെ കാണ്ഡു പുറത്തേക്ക് ഇറങ്ങുന്നു. കുഞ്ഞിലെ തൊട്ട് താൻ പ്രൊട്ടക്ട് ചെയ്ത പെൺകുട്ടിയെ കൊന്ന പ്രതിയെ രക്ഷിക്കാൻ പോകുന്നത് തന്റെ ഒറ്റ സുഹൃത്താണെന്നത് അവന് ഒത്തിരി തളർത്തുന്നു. ഇക്കാര്യം കരഞ്ഞുകൊണ്ടവൻ മാനസികരോട് പറയുവാണ്.
തിരികെ പോകുന്ന നേരം മോനയുടെ കൂടെ നിന്നിരുന്ന എല്ലാ നിമിഷങ്ങളും അവൻ ആലോചിക്കാൻ തുടങ്ങുന്നു. വീണ്ടും വീണ്ടും അവൻ ഒരുപാട് സങ്കടപ്പെടുവാണ്. വീണ്ടും പ്രസന്റിൽ വിഷ്ണു കേസിൽ അരവിന്ദ് നിരപരാധിയാണെന്ന് തെളിയിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ അടുത്ത പ്രതിസ്ഥാനത്തേക്ക് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നടാഷയായിരുന്നു. അത് കണ്ട വിഷ്ണു ഷോക്കാകുന്നു. അവൻ എന്താ കാര്യമെന്ന് തിരക്കിയാൽ അവൾ അവനോട് സംസാരിക്കുന്നതേയില്ല. തന്നോട് സംസാരിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ കുട്ടി മരിച്ച ദിവസം നീ എവിടെയാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ടും അവൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവസാനം ഗതി കേട്ട് വിഷ്ണു അവിടെ കാണ്ടവരെ വിളിക്കുന്നു. സംസാരത്തിന് ശേഷം അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കാണ്ടു റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പോഴാണ് നടാഷയെ സസ്പെക്റ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്തതിന്റെ കാര്യം മനസ്സിലാകുന്നത്. നടാഷയും വിഷ്ണുവും പ്രണയിക്കുന്ന സമയത്ത് ഒരു പാർട്ടിയിൽ വെച്ച് അവൾ അവനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൻ നേരത്തേക്ക് ഒരു റിപ്ലൈയും കൊടുക്കുന്നില്ല. അതിനു കാരണം മറ്റൊരു പെൺകുട്ടിയാണ് എന്നവൾ മനസ്സിലാക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മോന് തന്നെയാണ്. ഒരിക്കൽ പാർട്ടിയിൽ വെച്ച് മോനെയും വിഷ്ണുവും വളരെ ക്ലോസ് ആയിട്ട് ഡാൻസ് കളിക്കുന്നത് അവൾ കാണുവാണ്. അത് സഹിക്കാൻ വയ്യാതായ നടാഷ അവളെ അടിച്ചിടുന്നു. അവളാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഡാൻസ് അല്ലേ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ തനിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അതിന് കാരണം നടാഷയാണെന്ന് പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ വീഡിയോ എവിഡൻസ് ആണ് നടാഷയ്ക്ക് നേരെ തിരിഞ്ഞത്. അടുത്ത സീനിൽ കാണ്ടവനെ കണ്ട വിഷ്ണു ആവട്ടെ മോന മരിച്ചടെ നടാഷ എവിടെയാണെന്ന കാര്യം ഇപ്പോഴും പറയുന്നില്ല എന്ന് പറയുന്നു. അടുത്ത സീനിലാവട്ടെ മസിൽ മാൻ എന്ന ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരുടേതാണെന്ന് അറിയുവാണ്. എന്നാൽ അയാളാവട്ടെ കൂട്ടുകാർ സംഘത്തിലെ നിക്കി തന്നെയായിരുന്നു. അതനുസരിച്ച് അവന്റെ റൂം പരിശോധിച്ചാൽ അതിൽ നിറച്ചും സ്ത്രീകളുടെ മോശം ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു. പോരാത്തതിന് കമ്പ്യൂട്ടറിൽ മുൻപ് നിക്കി കണ്ടുകൊണ്ടിരുന്ന അതേ പെൺകുട്ടിയുടെ വീഡിയോ ഇൻസ്പെക്ടറും കാണുവാണ്. നോക്കുമ്പോൾ അത് മോനെയായിരുന്നു. പോരാത്തതിന് അവൾ മരിച്ച അതേ സ്ഥലവും അതേ കോസ്റ്റ്യൂമും ആരോ അവളെ പുറകെ ഓടിക്കുന്നതാണ് ആ വീഡിയോയിലുള്ളത്. പിന്നെ പറയാനുണ്ടോ, കൊലപാതകി നിക്കി തന്നെയാണെന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ആക്കുന്നു. അവിടെ എത്തിയ വിഷ്ണു ആവട്ടെ എന്താണ് സത്യത്തിൽ നടന്നതെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവനൊന്നും തന്നെ മിണ്ടുന്നില്ല. എന്നാൽ പോലീസ് അവന് നേരെ റിക്കവർ ചെയ്ത വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ മോനയെ ഉപദ്രവിക്കുന്നതും അവളുടെ ദേഹത്ത് രക്തം വരുന്നതുമെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കാണുന്ന നിക്കി ആവട്ടെ എന്റെ എഡിറ്റിംഗ് എങ്ങനെയുണ്ടെന്നാണ് ചോദിക്കുന്നത്. ആ വീഡിയോ എടുത്തത് താനാണെന്നും ഇനിയും അവളെ ഉപദ്രവിക്കുന്ന പോലത്തെ വേറെയും വീഡിയോസ് ഉണ്ട് എന്നെല്ലാം അവൻ പറയുവാണ്. എന്നാൽ ഇതെല്ലാം കണ്ടോണ്ട് നിന്ന് വിഷ്ണുവാവട്ടെ ഒരുപാട് വിഷമത്തിലിരിക്കുമ്പോഴാണ് അവന് ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോള് വരുന്നത്. അവരുടെ ഫ്രണ്ടായ തുടക്കത്തിൽ കാണിച്ച ബാബു മരിച്ചു പോയെന്നാണ് പറയുന്നത്. വിഷമത്തോടെ അവൻ നടാഷയെ ചെന്ന് കണ്ട് കാല് പിടിച്ച് ഒരു 5 മിനിറ്റ് തനിക്ക് പറയാനുള്ളത് കേൾക്കാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കുഞ്ഞിലെ പെട്ടെന്നുണ്ടായ അമ്മയുടെ മരണം അവനുണ്ടാക്കിയ ഭയം, അതുകൊണ്ടാണ് സ്നേഹിക്കുന്നവർ തന്നെ വിട്ടു പോകുമോ എന്ന പേടി കൊണ്ടാണ് അന്നവൻ പ്രപ്പോസലിന് മറുപടി നൽകാത്തതെന്ന് പറയുന്നു. അന്നും ഇന്നും താൻ അവളെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുന്നു. നെക്സ്റ്റ് സീനിൽ കാണ്ടു ചെന്ന് മാനസികരനോട് മോനയുടെ മരണത്തിന് പിന്നിൽ പ്രതികളായി സംശയിക്കുന്നത് തന്റെ ഉറ്റ ചങ്ങാതിയും സ്വന്തം സഹോദരിയുമാണെന്ന് പറയുന്നു. അന്നേരം അയാളാവട്ടെ അവർ ഇന്നസെൻസ് ആണെങ്കിൽ അവർക്കൊന്നും സംഭവിക്കില്ല, മറിച്ച് പ്രതികളാണെങ്കിൽ തന്റെ കയ്യിൽ നിന്നും ഒരു ഇളവും ലഭിക്കില്ല എന്ന് കർശനമായി പറയുന്നു. എന്നാൽ അയാളുടെ ആളുകൾ ആ നേരത്തേക്ക് അരവിന്ദിനെ കത്തിച്ചു കൊന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം സ്റ്റേഷനിലേക്ക് വിഷ്ണു നിക്കിയെ കാണാനായിട്ട് പോകുവാണ്. അന്നേരമാണ് മറ്റൊരു ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. അവന്റെ മുറിയിൽ നിന്നും കണ്ടെടുത്ത വീഡിയോ ക്ലിപ്സ് എല്ലാം തന്നെ അവൻ ഷോർട്ട് ഫിലിമിനായിട്ട് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തതായിരുന്നു. മോനെയാവട്ടെ അതിലെ ക്യാരക്ടറായിട്ട് അഭിനയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒറിജിനൽ എഡിറ്റഡ് അല്ലാത്ത എവിഡൻസ് എല്ലാം തന്നെ അവിടെ വീട്ടിലുണ്ടെന്ന് അവൻ പറയുവാണ്. സോ അത് വിഷ്ണുവും കാണ്ടുവും കണ്ടുപിടിച്ച് കാണിക്കുന്നു. കൊലപാതകത്തിന് പിന്നിൽ നിക്കൽ എന്ന കാര്യം അന്നേരമാണ് വ്യക്തമാകുന്നത്. കാരണം പിന്നീട് കളക്ട് ചെയ്തിരുന്ന ആ വീഡിയോ ക്ലിപ്സിലെല്ലാം തന്നെ അതൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടി റെക്കോർഡ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാനായിട്ട് അതിനകത്ത് ആക്ഷൻ കട്ട് തുടങ്ങി ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതോടെ അവനും റിലീസ് ആകുവാണ്. പക്ഷേ മോന മരിച്ച സ്ഥലം അത് തന്നെയായിരുന്നല്ലോ. ഈ സ്ഥലത്ത് എങ്ങനെ വന്നെന്ന് നിക്കിയോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അവിടേക്ക് അവനെ കൊണ്ടുവന്നത് തന്നെ മോനയാണെന്നാണ്. അവളും അവളുടെ ബോയ് ഫ്രണ്ടും ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള സ്ഥലമാണെന്നാണ് അത് പറഞ്ഞതെന്നും പറയുന്നു. എന്നാൽ ആ ബോയ് ഫ്രണ്ട് ആരാണ് അവൻ അറിയില്ലായിരുന്നു. അപ്പോഴാണ് വിഷ്ണുവിന് ഒരു കോൾ വരുന്നത്. ആളെ പോയി മീറ്റ് ചെയ്യുമ്പോഴാണ് അത് നടാഷയുടെ കള്ളക്കമുകനാണെന്നും മോനയുടെ മരണം നടന്നെന്ന് സംശയിക്കുന്ന ദിവസങ്ങളിലെല്ലാം അവളും അയാളും ഇന്റിമേറ്റ് ആകാനായിട്ട് മറ്റൊരു സ്ഥലത്താണെന്നും അറിയുന്നത്. അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യം പറയുവാണെങ്കിൽ അയാളുടെ പേര് കേസിൽ ഇൻവോൾവ് ആകും. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഫാമിലി തകരുമെന്ന് ഭയന്നാണ് നടാഷ ഇതുവരെ അന്നേ ദിവസം എവിടെയാണെന്ന കാര്യം മറച്ചു വെച്ചത് എന്നെല്ലാം പറയുന്നു. സോ ഇക്കാര്യം പോലീസിനെ അറിയിക്കുമ്പോൾ നടാഷയും
മോനെയും കുറ്റക്കാരിയല്ലെന്നറിഞ്ഞ് വിട്ടയക്കുവാണ്. അതോടെ ആരാണ് കുറ്റവാളി എന്നറിയാതെ എല്ലാവരും കൺഫ്യൂസ് ആകുന്നു. അന്നേരം കാണ്ടുമാകട്ടെ എങ്ങനെയെങ്കിലും ആ ബോയ് ഫ്രണ്ട് ആരാണെന്ന് ഇനി കണ്ടുപിടിക്കണമെന്ന് പറയുവാണ്. അടുത്ത സീനിൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ട ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഒരു പാർട്ടി നടത്തുന്നു. അന്നേരം അവിടേക്ക് ഇൻസ്പെക്ടറും വരുന്നുണ്ട്. മോനയുടെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് തങ്ങൾ കണ്ടുപിടിച്ചെന്ന് അവർ പറയുവാണ്. എന്നിട്ട് നേരെ വിഷ്ണുവിനെ അടുത്തേക്ക് ചെല്ലുന്നു. വിഷ്ണുവാണത് ചെയ്തതെന്ന് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുന്ന നേരം വിഷ്ണു നേരെ ചെന്ന് കാണ്ടുവിന് മുമ്പിൽ നിൽക്കുവാണ്. അന്നേരമാണ് ആ കാമുകൻ കാണ്ടുവാണെന്ന വലിയ ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. ഓൾറെഡി മാരീഡ് ആയതും പോരാത്തതിന് മോനയേക്കാൾ 17 വയസ്സ് മൂത്തതുമായ കാണ്ടു ഒരു അനിയത്തിയെയോ മകളെയോ പോലെ കാണേണ്ട മോനയുടെ കാമുകനാണെന്നത് വിശ്വസിക്കാൻ ആർക്കും തന്നെ കഴിയുന്നില്ലായിരുന്നു. ഇത് കണ്ടു നിന്ന കാണ്ടുവിന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. അന്നേരമാണ് പോലീസ് അക്കാര്യം വിശദീകരിക്കുന്നത്. മോനയുടെ ഫോണിൽ ഒരു ഫോൾഡർ പ്രൈവറ്റ് ആയിട്ടുണ്ടായിരുന്നു. പോലീസ് ഒരു വിധത്തിൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ അത് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്താണ് മോനയുടെ ഒരുപാട് പ്രൈവറ്റ് വീഡിയോസ് ഉണ്ടായിരുന്നത്. പല വീഡിയോസും എടുത്തത് കാമുകൻ തന്നെയായിരുന്നു. എന്നാൽ അയാളുടെ മുഖം ഒന്നിലും ഉണ്ടായിരുന്നില്ല. എന്നാൽ വ്യക്തമായ പരിശോധനയിൽ അതിൽ ഒരു വീഡിയോയിൽ അയാളുടെ കയ്യിലെ ടാറ്റു മാത്രം കാണുന്നുണ്ട്. ആ ടാറ്റു ആ കൂട്ടുകാരെല്ലാം അവരുടെ ബാബു എന്ന ഫ്രണ്ടിന് വേണ്ടി ഒരുപോലെ ഇട്ടതായിരുന്നു. പോരാത്തതിന് എല്ലാ തെളിവുകളും കാണ്ടുവിനെതിരായിരുന്നു. എല്ലാം പുറത്തു വന്നെന്ന് മനസ്സിലാക്കിയ കാണ്ടുവാവട്ടെ ആ കാര്യം വെളിപ്പെടുത്തുന്നു. മോന വളർന്നു വളർന്ന് വലുതായതോടെ അവൾക്ക് കാണ്ടുവിനോട് അട്രാക്ഷനായി. ഒത്തിരി തവണ എതിർത്തെങ്കിലും പോകെ പോകെ അവനും ആ ഫീലിങ്സ് തിരിച്ചുമുണ്ടാകാൻ തുടങ്ങി. ആരും കാണാതെ അവർ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ഈ ബന്ധം പുറത്തറിയുമോ എന്ന ഭയത്തിൽ അവനിരിക്കുന്ന നേരം മോനെയാണ് വിഷ്ണുവുമായി ക്ലോസ് ആകുന്നതായി ആക്ട് ചെയ്യാമെന്ന ഐഡിയ പറയുന്നത്. അവനും അത് സമ്മതിക്കുന്നു. എന്നാൽ പ്രസന്റിൽ ഇത് കേട്ട വിഷ്ണു പൊട്ടിത്തെറിക്കുവാണ്. ബുദ്ധിയില്ലാതെ അവളെന്തെങ്കിലും പറഞ്ഞെങ്കിൽ നീ അതിന് എങ്ങനെ സമ്മതിച്ചു എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് നിന്റെ പെങ്ങളും ഞാനും തമ്മിലുള്ള നല്ല ബന്ധം തകർന്നില്ലേ എന്ന് അവൻ ചോദിക്കുവാണ്. ഒന്നും തിരിച്ചു പറയാനാവാതെ കാണ്ടു വീണ്ടും അന്നത്തെ ദിവസം നടന്ന കാര്യമാണ് പറയുന്നത്. അവർ സ്ഥിരമായി കാണാറുള്ള പുഴക്കരികെ ഇരുന്ന് താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം മോന സന്തോഷത്തോടെ പറയുന്നു. ഇനി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഒരു മാലയും ഇട്ട് കൊടുക്കുന്നു. എന്നാൽ പേടിയോടെ അവൻ നിൽക്കുവാണ്. കാരണം അവൻ ഓൾറെഡി ഒരു ഭാര്യയും കുടുംബവും ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ദേഷ്യം വന്ന മോനെയാവട്ടെ എല്ലാ കാര്യവും തന്റെ അച്ഛനോട് പറയുമെന്ന് പറഞ്ഞതും അവനവളെ തല്ലി മാറ്റിയതും ഒരുമിച്ചായിരുന്നു. പക്ഷേ കഷ്ടകാലത്തിന് തല പുറകിലിടിച്ച് അവൾ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുന്നു. പേടിച്ചു പോയ അവനാവട്ടെ അവളുടെ ഓർണമെന്റ്സ് ഒക്കെ എടുത്തു മാറ്റുന്നു. റോബറിക്കിടയിലുള്ള മരണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു അത്. എന്നാൽ ആ തിരക്കിനിടയിൽ വള മാത്രം എടുക്കാൻ അവൻ മറന്നുപോകുന്നു. എന്നിട്ട് ബോഡി വെള്ളത്തിലിടുവാണ്. പിന്നീട് അവളുടെ കാറ് ഡ്രൈവ് ചെയ്ത് ഒരു മെക്കാനിക് ഷോപ്പിൽ നിർത്തി വാഷ് ചെയ്ത് വീട്ടിൽ തിരികെ എത്തിക്കാനായിട്ട് പറയുന്നു. അതിനിടയിൽ ഒരാഴ്ചക്കെന്നും പറഞ്ഞ് ലീവ് എടുത്ത് അവൻ നാട്ടിലേക്ക് പോകുവാണ് കൂട്ടുകാരനെ കാണാനായിട്ട്. സോ എല്ലാം കൊണ്ടും അവൻ പിടിക്കപ്പെടില്ല എന്നാണ് കരുതിയത്. കരഞ്ഞു നിന്ന് കാണ്ടു കൂട്ടുകാരോട് ക്ഷമ ചോദിക്കുമ്പോൾ അവരും ദേഷ്യപ്പെടുവാണ്. കാരണം തുടക്കത്തിലെ സറണ്ടർ ആയിരുന്നേല് അവരൊരു പക്ഷേ കൂടെ കാണുമായിരുന്നു. എന്നാൽ സസ്പെക്ട് ലിസ്റ്റിൽ അവരെല്ലാം വന്നിട്ടും അവനത് പറഞ്ഞില്ല. അങ്ങനെ അവസാനം ഇൻസ്പെക്ടർ അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നു. പക്ഷേ കാണ്ടുവും മാനസികരറിഞ്ഞാൽ പ്രശ്നമാകും, തന്നെ കൊല ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ അനുകൂലമായി ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ ഇൻസ്പെക്ടർ നേരത്തെ തന്നെ വിളിച്ച് കൊലപാതകി കാണ്ടുവാണെന്ന് മാനസികരനെ അറിയിക്കുന്നു. അടുത്ത സീനിൽ പോലീസ് കാണ്ടുവിനെ അറസ്റ്റ് ചെയ്ത് കാറിൽ പോകുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ തീർച്ചയായും ആ യാത്രയിൽ മാനസികരന്റെ ആളുകൾ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും എന്ന് കാണിച്ച് ആ മൂവി അവിടെ ഉണ്ടാകുന്നു.